ഇന്ന് നമുക്ക് ശമ്പതാളം പഠിക്കാം. ശമ്പതാളത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഒരു ലഘു, ഒരു അനുദ്രുതം, ഒരു ദ്രുതം. അനുദ്രുതം നമ്മൾ യു പോലെ എഴുതിയാണ് റെപ്രസെൻ്റ് ചെയ്യണം. ദ്രുതം നമ്മൾ 0 പോലെ എഴുതി റെപ്രസെൻ്റ് ചെയ്യും. എല്ലിൽ ഒരു എഴുതി ലഘു എല്ലിൽ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ലഘു, അനുദ്രുതം, ദ്രുതം. ഇനി അതാണ് അതിൻ്റെ ഫോർമുല. ഇനി അതിന് 5 ജാതിയിൽ. അപ്പോൾ L3 അനുദ്രുതം, ദ്രുതം. അനുദ്രുതത്തിന് 1, ദ്രുതത്തിന് 2. അപ്പോൾ എത്രയാവും? 3, 1, 4, 2, 6 അംഗസംജ്ഞ. 6 അംഗസംജ്ഞയ്ക്ക് ശമ്പതാളം തിസ്രജാതിയുടെ പേരാണ് കദംബ. ശമ്പതാളം തിസ്രജാതി 6 അംഗസംജ്ഞ കദംബ. ചതുരശ്രജാതി ആകുമ്പോഴോ എത്രയാവും? 7 സ്വരം. 7 സ്വരം ആകുമ്പോൾ ചതുരശ്രജാതി ശമ്പതാളം അംഗസംജ്ഞ 7, പേര് മധുര. ഖണ്ഡജാതി L5 അനുദ്രുതം 1, ദ്രുതം 2, 8 സ്വരം. 8 സ്വരം ചണ. എൻ്റെ പേരെന്താണ്? ചണ. മിശ്രം L7 അനുദ്രുതം 1, ധ്രുവം 2, 10 സ്വരം. സുര. എൻ്റെ പേരെന്താണ്? സുര. സങ്കീർണം L9 അനുദ്രുതം 1, ദ്രുതം 2, 12 സ്വരം. അതിൻ്റെ പേര് കര. അപ്പോൾ തിശ്രം, ചതുരശ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. പേരുകൾ കദംബ, മധുര, ചണ, സുര, കര. കദംബ, മധുര, ചണ, സുര, കര. കദംബ, മധുര, ചണ, സുര, കര. പഠിച്ചല്ലോ. അടുത്തത്. ഇനി അടുത്ത ത്രിപുടതാളം. നമ്മളൊരു ത്രിപുടതാളം പഠിച്ചിട്ടുണ്ട്. അതൊന്നും ഓർമ്മയുണ്ടോ? ആദിതാളം. അത് ഇതിൽ ആ ത്രിപുടതാളത്തിൻ്റെ ചതുരശ്രജാതി 8 സ്വരമുള്ളതിൻ്റെ പേരാണ് ആദി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന താളം ആദിതാളമായിട്ട് പഠിച്ചത്, ഇല്ലേ? അത് തന്നെ ആ താളത്തിലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കൊണ്ട് അതിന് ആദിതാളം എന്നും പറയും. ആദിതാളത്തിൻ്റെ പേര് ശരിക്കും ത്രിപുടതാളം. ത്രിപുടതാളത്തിൻ്റെ ഫോർമുല എന്താണ്? ഒരു ലഘു, 2 ദ്രുതം. അപ്പം തിശ്രത്തിൽ വരുവാണെങ്കിൽ L3 2 ദ്രുതം 0 to 0 2. അപ്പോൾ എത്ര? 3 + 2 + 2 എത്രയാവും? 7. അതിൻ്റെ പേര് ശംഖ. തിശ്രജാതി ത്രിപുടതാളത്തിൻ്റെ പേര് ശംഖ. അപ്പോൾ തിശ്രജാതി ചതുരശ്ര ജാതി എന്താണ്? നമ്മൾ പഠിച്ച ആദിതാളം. നമ്മൾ ആദ്യ സ്വരങ്ങളൊക്കെ പഠിക്കുന്ന ആദിതാളത്തിലല്ലേ? അപ്പോൾ ത്രിപുടതാളത്തിൻ്റെ 8 ചതുരശ്രജാതി 8 സ്വരം വരുന്നതാണ് നമ്മൾ ആദിതാളമായിട്ട് പഠിക്കുന്നത്. മനസ്സിലായോ? അടുത്ത് ഇനി ഖണ്ഡം. ഖണ്ഡം ഏതാണ്? എല്ലിന് 5, ധ്രുവത്തിന് 2, പിന്നെ അടുത്ത ധ്രുവത്തിന് 2. അപ്പം മിശ്രം ഖണ്ഡം L5 ഖണ്ഡത്തിന്. അപ്പോൾ ടോട്ടൽ എത്ര സ്വരം വരും? 9 സ്വരം വരും. 9 സ്വരം വരുമ്പോൾ അതിന് ദുഷ്കര എന്നാണ് പേര്. അടുത്ത് മിശ്രം വരുമ്പം L7 0 to 0 to 11 അംഗസംജ്ഞ വരും, അംഗം വരും. അതിൻ്റെ പേര് ലീല. എന്താണ്? ലീല. അടുത്ത സങ്കീർണം L9 0 to 0 to 13 അക്ഷരം വരും. അതിൻ്റെ പേര് ഭോഗ. അപ്പോൾ എന്താണ്? ശംഖ, ആദി, ദുഷ്കര, ലീല, ഭോഗ. ശംഖ, ആദി, ദുഷ്കര, ലീല, ഭോഗ. ഒന്നും കൂടെ പറയാം. ശംഖ, ആദി, ദുഷ്കര, ലീല, ഭോഗ. പഠിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ 35 താളത്തിൻ്റെ പേര് ഈസി ആയിട്ട് പഠിക്കൂലേ പറഞ്ഞു തന്നപ്പോൾ. അടുത്ത് ഇനി അടതാളം കുറച്ച് വലിയ താളമാണ്, അല്ലേ? അടതാളത്തിന് 2 ലഘു, 2 ദ്രുതം. 2 ലഘു, 2 ദ്രുതം. അതിൽ ലഘു, ദ്രുതം. അതിൽ തിശ്രം വരുമ്പോൾ എന്തായും? L3 0 to 0 2, അല്ലേ? അപ്പോൾ എത്ര വരും? 10 സ്വരം. L3 അല്ലേ? 3 3 6 2 8 2 10. അപ്പം അതിൻ്റെ പേര് ഗുപ്ത. എന്താണ്? ഗുപ്ത. ചതുരശ്രം വരുമ്പോൾ എത്ര അക്ഷരം വരും? 2 അക്ഷരം കൊണ്ട് വരും, അല്ലേ? L3യുടെ സ്ഥാനത്ത് L4 വരുമ്പോൾ 2 അക്ഷരം, 12 അക്ഷരം. അതിൻ്റെ പേര് ലോക. എന്താണ്? ലോക. ചതുരശ്രജാതി അടതാളത്തിൻ്റെ പേര് ലോക. ഖണ്ഡജാതി അടതാളത്തിൻ്റെ പേരെന്താണ്? വിദള. ഖണ്ഡജാതി അടതാളം. അപ്പം L5 0 to 0 to 10, 5, 10, 12, 14 അക്ഷരം വിദളം. ഇനി L7 ആകുമ്പോഴാ? L7 0 to 0 to 18 അക്ഷരം. എത്ര? ലോയ.
L9 സങ്കീർണ്ണമാകുമ്പോഴോ സങ്കീർണം L9 02 അപ്പോൾ ടോട്ടൽ 22 അക്ഷരം. ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാൻ പറഞ്ഞു ഇനി അതുപോലെ ഒരു വലിയ താളം ഉണ്ടെന്ന്. അത് അടതാളത്തിലെ വലിയ താളമാണ് ധീര. എൻ്റെ പേരെന്താണ്? ധീര. അപ്പോൾ അടതാളം തീർന്നു. ഇനി നമ്മൾ ചെറിയൊരു താളമേ ഉള്ളൂ, ഏകതാളം. ഏകതാളത്തിന് ഒരു ലഘു മാത്രമേ ഉള്ളൂ, ദ്രുതം ഇല്ല, ഒരു ലഘു. അപ്പം L3 L4 L5 L7 L9 ഇത്രയേ ഉള്ളൂ. പേര് മാത്രം നമുക്ക് പഠിക്കും. പേര് സുധ, മാന, രഥ, രാഗ, വസു. എന്താണ് പേര്? സുധ L3 അതായത് തിസ്രം, L4 ചതുരസ്രം മാന, ഖണ്ഡം രഥ, മിശ്രം രാഗ, സങ്കീർണം വസു. മൊത്തം 35 താളത്തിൻ്റെ പേരും പഠിച്ചല്ലേ. ഇനി ഇത് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് എന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതെല്ലാം കൃത്യമായിട്ട് ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കംപ്ലീറ്റ് എഴുതുമ്പോൾ നിങ്ങളതോടെ പഠിക്കും. എഴുതിയ 35 താളത്തിൻ്റെ പേര് ഒരു ദിവസം 5 പേര് വീതം പഠിച്ചു നോക്കിയാൽ 35 താളത്തിൻ്റെ പേരും നിങ്ങൾ പഠിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും ഇത് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പഠിച്ചവരെല്ലാം ഒന്ന് പഠിച്ചെന്ന് പറയണം. ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ താള ക്ലാസ് ഉപകാരപ്പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതണം. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമസ്കാരം.